സ്നേഹത്തിനും സൗഹൃദത്തിനും കേളിക്കേട്ട മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ നാട്. ഒരു കാലത്ത് കൊടുവായൂർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ ഭൂമി ഇന്ന് AR നഗർ എന്ന പേരിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. ഇത് വെറുമൊരു ഗ്രാമമല്ല, സ്വാതന്ത്ര്യത്തിന്റെ, ദേശസ്നേഹത്തിന്റെ, നവോത്ഥാനത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഒരു ഭൂമിയാണ്. ഇതാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഒരു യഥാർത്ഥ ദേശസ്നേഹിയുടെ പാദസ്പർശമേറ്റ മമ്പുറം തങ്ങളുടെയും കോന്തുനായരുടെയും അതുല്യ സൗഹൃദത്തിന് സാക്ഷ്യം വഹിച്ച പോരാട്ട സ്മരണകൾ ഉറങ്ങുന്ന നാട്. ഇത് AR നഗർ പഞ്ചായത്ത്. കടലുണ്ടിപ്പുഴയും പട്ടിശ്ശേരിപ്പാടവും അതിരിടുന്ന മനോഹരമായ ഗ്രാമപ്രദേശം. കുറെ പച്ച മനുഷ്യരധിവസിക്കുന്ന സമാധാനം നിറഞ്ഞ നാട്. വിദ്യാഭ്യാസത്തിലും സാംസ്കാരിക രംഗത്തും അനുദിനം പുരോഗതിയുടെ പടവുകൾ കയറുകയാണിന്ന് ഈ നാട്. ജനങ്ങളുടെ ജീവിതം പ്രധാനമായും കൃഷിയെയും വിദേശ തൊഴിലുകളെയും ആശ്രയിച്ചാണ്. നിരവധി സ്കൂളുകൾ, മദ്രസകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ എല്ലാം കൂടി ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി പകരുന്നു. മതേതര ഐക്യവും സൗഹൃദവും നിറഞ്ഞ സഹവർത്തിത്വവും ഈ നാടിന്റെ മുഖമുദ്രയാണ്. അതുകൊണ്ടുതന്നെ AR നഗർ കേവലം ഒരു പഞ്ചായത്ത് എന്നതിനപ്പുറം ഒരു ദേശസ്നേഹത്തിന്റെ ഓർമ്മയും ഐക്യത്തിന്റെ പ്രതീകവുമായി നിലകൊള്ളുന്നു. 21 വാർഡുകളിലായി AR നഗർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കിയത് അതുല്യമായ വികസന പ്രവൃത്തികളാണ്. എല്ലാം മനുഷ്യരോടൊട്ടിനിന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ അനായാസ ഗമനത്തിന് അനുയോജ്യമാകും വിധം ഹൃദ്യമായ സേവനങ്ങളായി മാറി. വിദ്യാഭ്യാസ, കാർഷിക, പരമ്പരാഗത, ചെറുകിട, വ്യാവസായിക മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഉതകുന്ന പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിയും പ്രകൃതി വിഭവ കൈകാര്യങ്ങളിൽ അവസരോചിതമായി ഇടപെട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റുമാർ ശ്രീ ലിയാഖത്ത് അലി കാവുങ്ങലിന്റെയും ശ്രീ റഷീദ് കൊണ്ടാണത്തിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ ഏറെയാണ്. കൃഷിയായിട്ട് ജനകീയാസൂത്രണമായിട്ട് ഞങ്ങൾക്ക് വിത്ത് കിട്ടലുണ്ട്, പിന്നെ കൂലിച്ചെലവ് കിട്ടുന്നുണ്ട്. ഒരു ഹെക്ടറിന് 17,500 രൂപയാണെന്നാണ് തോന്നുന്നത്. ഞാൻ AR നഗർ പഞ്ചായത്തിലെ പുകയൂർ പാടശേഖരത്തിലെ നെല്ലുൽപാദക സമിതിന്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഒരു കൃഷിഭൂമിയുള്ള അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഒരു 10-40 ഹെക്ടറിന്റെ അടുത്ത് 15, അതെ, ഒരു ഏകദേശം 19 ഏക്കറിന്റെ താഴെ ഉള്ളൂ. 15 ഹെക്ടറിന്റെ ആ ഇത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എന്താ പറയുക, പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പഞ്ചായത്തിന് തരുന്നുണ്ട്. അവർ പിന്നെ കൂലിച്ചെലവായിട്ട് തരുന്നുണ്ട്. പിന്നെ വിത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വിത്ത് തന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു നിരന്തരമായി ആവശ്യപ്പെട്ടുന്നൊരു വിഷയമായിരുന്നു റാമ്പ്. അപ്പോൾ ഞങ്ങൾ 2 ഭാഗത്തുള്ള 2 മെമ്പർമാരും കൂടി ഇടപെട്ട് ഇതാക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അവർ റാമ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എന്തുണ്ട്, നല്ല പിന്നെ സഹകരണം തന്നെ അവർ തരുന്നത്. കൃഷി ചെയ്യുന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 വർഷം പോരായി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആനുകൂല്യങ്ങൾ കൃഷി ഓഫീസിൽ നിന്നും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടു കൂടി പഞ്ചായത്തിൽ നിന്നും എല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പ്രാദേശിക ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയും ആരോഗ്യരംഗത്ത് സമയോചിതമായി ഇടപെട്ടും കുടിവെള്ളം, ശുചിത്വം, ഖരമാലിന്യ നിർമ്മാർജ്ജനം, ഭിന്നശേഷി ക്ഷേമം, ഊർജം തുടങ്ങിയ മേഖലകളിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നടത്തിയും ഭരണരംഗത്ത് ഉത്തരവാദിത്വവും സുതാര്യതയും ജനപങ്കാളിത്തവും ഉറപ്പാക്കിയും വിഭവ വിനിയോഗത്തിൽ വിശിഷ്യ വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള പദ്ധതികളിൽ ദരിദ്രർക്ക് മുൻഗണന നൽകിയും ഭരണസമിതി പഞ്ചായത്തിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ചു. റോഡില്ലാത്തതുകൊണ്ട് ഇവിടെ കല്യാണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റോഡ് വന്നതിന് ശേഷം അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്ഷേമകാര്യ പദ്ധതികളിൽ വനിതകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, SC വിഭാഗം എന്നിവർക്ക് അർഹമായ സേവനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ പരമാവധി ശ്രമിച്ചു. അങ്കണവാടി, കുടുംബശ്രീ, ജനകീയ ഹോട്ടൽ, പരിരക്ഷ, പാലിയേറ്റീവ് തുടങ്ങിയ സംവിധാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ശ്രദ്ധ ചെലുത്തി. പഞ്ചായത്തിലെ 40 അങ്കണവാടികളിൽ 25 എണ്ണവും സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഹെൽത്ത് ഗ്രാന്റ്, MLA ഫണ്ട് എന്നിവ ഉപയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ത്വരിതഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പുതിയ കെട്ടിടവും ആധുനിക ലാബ് സൗകര്യങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക OP വിഭാഗങ്ങളും
കാത്തിരിപ്പ് മുറികളും ഡിജിറ്റൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും എല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ചികിത്സാ സേവനങ്ങളിൽ ഒതുങ്ങാതെ സമഗ്ര ആരോഗ്യ പരിപാലനത്തിനുള്ള ഒരു മാതൃകയായി മാറും. ഒപ്പം ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ഡിസ്പെൻസറി, വെറ്റിനറി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നവീകരണം നടത്തി മനോഹരമാക്കിയതും ഓപ്പൺ ജിം തുടങ്ങിയതും എടുത്തു പറയേണ്ടതാണ്. ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബാരോഗ്യ കേന്ദ്രമായി AR നഗർ FHC തെരഞ്ഞെടുക്കപ്പെട്ടതും ജില്ലയിലെ ആദ്യത്തെ പുകയിലമുക്ത സ്കൂൾ പരിസരങ്ങളായി MLA നമ്മുടെ പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചതും ലഹരിക്കെതിരെ വേക്കപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ച് ക്യാമ്പയിൻ നടത്തിയതും ആയുർവേദ വകുപ്പിന് കീഴിൽ യോഗ പരിശീലനം നടത്തിയതും ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ മുൻകരുതൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും ആരോഗ്യരംഗത്തെ നേട്ടങ്ങളാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരം നൽകി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി. അങ്കണവാടികളെ സ്മാർട്ടാക്കി മാറ്റുകയും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും ചെയ്തു. വാട്ടർ പ്യൂരിഫൈ സംവിധാനവും ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകളും ടിവികളും കളി ഉപകരണങ്ങളും ഒരുക്കിയതോടൊപ്പം ചുവർചിത്രങ്ങൾ മുഖേന ആകർഷകമായ പഠനാന്തരീക്ഷം സൃഷ്ടിച്ചു. അങ്കണവാടി കലോത്സവം, പ്രത്യേക ദിനാചരണങ്ങൾ, പോഷന്മാർ, മുലയൂട്ടൽ വാരാഘോഷം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സജീവമായി സംഘടിപ്പിച്ചു. ഒപ്പം MLMCയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ICDS 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അങ്കണവാടികളിൽ ആഘോഷങ്ങളും സ്ഥലം വിട്ടു നൽകിയവർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികളും സേവനങ്ങളുമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്. വയോജന സംഗമങ്ങൾ സംഘടിപ്പിച്ച് സാമൂഹിക ബന്ധം ശക്തിപ്പെടുത്തി. ആവശ്യമായ കട്ടിലുകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. വിനോദത്തിനും ആത്മസന്തോഷത്തിനുമായി വയോജന ടൂറുകൾ സംഘടിപ്പിച്ചു. ദേവിയേച്ചി എന്നോട് വിളിച്ചറിഞ്ഞേ, മോളമ്മേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൂറ് പോകാനുണ്ട്, നിങ്ങൾ പോവാ? ഞാൻ പോവല്ലേ മോളെ, ഞാൻ വരാ എന്ന് പറഞ്ഞു. എവിടേക്കാന്ന് പറഞ്ഞു? വയനാട്ടിലേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി, വയനാട്ടിലേക്ക് പോയി. ഇവിടുന്ന് കുളപ്പുറത്തുനിന്ന് ബസ് കയറി പോയി. പിന്നെ ഞങ്ങൾക്ക് അവിടെ പോയി എവിടെ എത്തിയപ്പോൾ എന്താ മോനെ ഫുഡ് ഞങ്ങൾക്ക് തന്നത്. ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമായി പഞ്ചായത്ത് നിരവധി പദ്ധതികൾ നടപ്പാക്കി. പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദമായി മാറി എല്ലാ പൊതുസ്ഥാപനങ്ങൾക്കും റാമ്പും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കി. അവർക്കാവശ്യമായ ഉപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രിക് വീൽ ചെയറുകൾ എന്നിവ നൽകി. മെഡിക്കൽ ക്യാമ്പുകളും തെറാപ്പി സേവനങ്ങളും സംഘടിപ്പിച്ചു. പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പുകളും കിടപ്പ് രോഗികളായവർക്ക് ഗൃഹസന്ദർശന സൗകര്യവും ഒരുക്കി. SSLC, +2 ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആദരവും സ്കോളർഷിപ്പും നൽകി. ഞാൻ മെഹറി, PPTM YHSൽ പഠിക്കുന്ന +1 വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയാൻ ഒട്ടനവധിയുണ്ട്. SSLC, +2 വിജയികളായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട സ്നേഹവും കരുതലും കൊടുക്കുകയും ചെയ്യും. പഞ്ചായത്തിന്റെ ഈ കരുതലും പിന്തുണയും ഞങ്ങളെ കൂടുതൽ ഉന്നമനത്തിലേക്ക് നയിക്കും. ഇത്തരം ഒരു പിന്തുണ നൽകിയ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരു ബേഡ്സ് സ്കൂൾ സ്ഥാപിക്കുക എന്നത് പഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്നത് വലിയൊരു നേട്ടമാണ്. ഒപ്പം സ്കൂളിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളൊരുക്കി. ചുമർ ചിത്രങ്ങളും അടുക്കളയും കളിക്കോപ്പുകളും തെറാപ്പി ഉപകരണങ്ങളും വാഹന സൗകര്യവും ഇലക്ട്രിക് വീൽ ചെയർ വിതരണവും അവയിൽ ചിലത് മാത്രം. കുട്ടികൾക്കായി വിനോദയാത്രയും ബഡ്സ് ദിനാചരണങ്ങളും സംഘടിപ്പിച്ച് സൃഷ്ടിപരമായ അന്തരീക്ഷം വളർത്തി. കലാകായിക പരിശീലനം, പൊതുയിട സന്ദർശനങ്ങൾ, ജില്ലാ സംസ്ഥാനതല കലാകായിക മേളകളിൽ വിജയികളായ കുട്ടികൾക്ക് ആദരം എന്നിവയിലൂടെ ഭിന്നശേഷിക്കാർക്ക് സമഗ്രമായ പിന്തുണയും പ്രോത്സാഹനവും ഉറപ്പാക്കി. നമ്മുടെ കുട്ടികളെ എങ്ങനെ കായികപരമായിട്ടും മാനസികപരമായിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ഈ തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സാമൂഹികപരമായി ഇടപെടാനും നമ്മൾ ഇതിൽ അവരെ സഹായിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയോടൊപ്പം സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോ തെറാപ്പി തുടങ്ങിയ സേവനങ്ങളും ഞങ്ങൾ നിലവിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ പുരോഗതികൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനൊക്കെ പ്രചോദനമാകുന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കരുതലും അതിനൊക്കെ പുറമെ നമ്മുടെ പഞ്ചായത്തിന്റെ ഇടപെടലും ഇതിന് മുൻതൂക്കം നൽകുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെയും സ്വയം പര്യാപ്തതയെയും
പഞ്ചായത്ത് ലക്ഷ്യമാക്കി. പൊതുസ്ഥാപനങ്ങളിൽ ഫീഡിംഗ് റൂം ഒരുക്കുകയും മാതൃത്വ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്തു. സംരംഭകത്വ പദ്ധതികളുടെ ഭാഗമായി മുട്ടക്കോഴി, ആട്, പശു വളർത്തൽ, കാർഷിക പ്രവൃത്തികൾ, ചട്ടി, കിഴങ്ങുവർഗ കിറ്റ് ഉൾപ്പെടെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ പദ്ധതികൾ തുടങ്ങിയവ നടപ്പാക്കി. വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകി സ്വതന്ത്ര ജീവിതത്തിനുള്ള വഴികൾ തുറന്നു. വിധവകൾക്കായി വിനോദയാത്രകളും കുടുംബശ്രീ കെട്ടിട പുനരുദ്ധാരണവും നടപ്പാക്കി. ശ്രീ ലൈബ്രറികൾ വഴി സ്ത്രീകൾക്ക് പഠനവും വായനാശീലവും പ്രോത്സാഹിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസുകളും നിയമസഹായങ്ങളും നൽകി അവബോധം വളർത്തി. വാർഡ് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതികളെ സജീവമാക്കി. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. സ്ത്രീകൾക്കായി യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. ഇവയിലൂടെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വളർത്തുന്ന സമഗ്രമായ പിന്തുണ പഞ്ചായത്ത് ഉറപ്പാക്കി. കുട്ടികളുടെ വളർച്ചയും സുരക്ഷയും ലക്ഷ്യമാക്കി സമഗ്രമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ബാലസഭകൾ മുഖേന കുട്ടികളിൽ നേതൃഗുണവും സാമൂഹിക ബോധവും വളർത്തി. ബാലസഭാ പരിപാടികളും വിനോദയാത്രകളും കുട്ടി സംഗമങ്ങളും സംഘടിപ്പിച്ചു. ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി. കുട്ടികളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കി. കുട്ടി കർഷകരെ ആദരിച്ച് അവരുടെ പരിശ്രമം അംഗീകരിച്ചു. ലഹരിവിരുദ്ധ ജനകീയ പരിപാടികളും സംഘടിപ്പിച്ച് ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തി. ഇന്ത്യയിലെ ഏക പുകയിലമുക്ത വിദ്യാലയം പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളുടെ ഭാവി സംരക്ഷണത്തിൽ ശ്രദ്ധേയമായ മാതൃക സൃഷ്ടിച്ചു. SC വിഭാഗത്തിന്റെ സാമൂഹിക മുന്നേറ്റം ലക്ഷ്യമാക്കി പഞ്ചായത്ത് വിവിധ ക്ഷേമ പരിപാടികൾ നടപ്പാക്കി. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും ലാപ്ടോപ്പുകളും നൽകി വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് പിന്തുണ നൽകി. 2024 ജൂൺ 14 ഗവൺമെന്റ് UP സ്കൂൾ HM ആയിട്ട് ചുമതലയേറ്റു. അതിൻ്റെ കൂടെ തന്നെ AR നഗർ പഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ടും ചാർജ് എടുക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഏതാണ്ട് 18ഓളം പ്രോജക്റ്റുകൾ ഗവൺമെന്റ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വരുന്നു. അതിൽ ഭൂരിഭാഗവും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പ്രോജക്റ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എല്ലാ പ്രവർത്തനത്തിലും പഞ്ചായത്തിന്റെ അകമഴിഞ്ഞ സഹായം എപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. പഠനമുറികളും വീടുകളുടെ പുനരുദ്ധാരണവും വഴി ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. വ്യക്തിഗത കിണറുകളുടെ പുനരുദ്ധാരണം, കുടിവെള്ള പദ്ധതി, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി. ലക്ഷം വീട് നഗറുകൾ മാതൃകാ നഗറുകളാക്കാൻ കഴിഞ്ഞു. റോഡുകളുടെയും തോടുകളുടെയും പുനരുദ്ധാരണം നടത്തി. പഞ്ചായത്തിലെ ശ്മശാനങ്ങൾക്ക് ഉപകരണങ്ങളും ചുറ്റുമതിലും ഒരുക്കി. പട്ടികജാതി നഗറിലെ റോഡുകൾ നവീകരിച്ചു. വയോജനങ്ങൾക്ക് കട്ടിലുകൾ നൽകി സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. കാർഷിക കിറ്റ്, കോഴി വളർത്തൽ പദ്ധതി തുടങ്ങിയവ മുഖേന സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. കൂടാതെ SC പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകി കുടുംബ സാമ്പത്തിക പിന്തുണയും ഉറപ്പാക്കി. ഇതിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിത നിലവാരവും സാമൂഹിക സമത്വവും ഉറപ്പാക്കുന്നതിൽ പഞ്ചായത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചു. രോഗികളുടെ സംരക്ഷണവും ആരോഗ്യ പരിപാലനവും ലക്ഷ്യമാക്കി പഞ്ചായത്ത് സമഗ്രമായ പരിരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിനും പ്രത്യേക സംവിധാനങ്ങളും തയ്യാറാക്കി. രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾക്കും പരിചരണത്തിനും സാമ്പത്തിക സഹായം നൽകി. പരിരക്ഷ രോഗികളുടെ സംഗമങ്ങൾ സംഘടിപ്പിച്ച് ആത്മബന്ധം വളർത്തി. പരിരക്ഷാ ജീവനക്കാർക്ക് വേതനം, വാഹന സൗകര്യം തുടങ്ങിയ അടിസ്ഥാന പിന്തുണകളും നൽകി സേവനം കൂടുതൽ ഫലപ്രദമാക്കി. കിഡ്നി രോഗികൾക്ക് ധനസഹായവും മരുന്ന് വിതരണവും നടത്തി. അവരുടെ ചികിത്സാ ബുദ്ധിമുട്ടുകൾ ലഘൂകരിച്ചു. പരിരക്ഷാ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഫണ്ടുകൾ വിനിയോഗിച്ച് മരുന്ന് വിതരണം, പരിചരണ പ്രവർത്തനങ്ങൾ എന്നിവ സജീവമായി നടപ്പാക്കിയാണ് പഞ്ചായത്ത് ജനങ്ങളിൽ ഒരു കരുതലായ സാന്നിധ്യമായി മാറിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ബഹുമുഖ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പാക്കിയത്. അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും താമസ സൗകര്യങ്ങളോടുകൂടിയ മറ്റനുബന്ധ സഹായങ്ങളും നൽകി അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കി. ജീവിതോപാധിയില്ലാത്തവർക്ക് ആവശ്യമായ പിന്തുണ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ മുഖേന ആശ്രയ കിറ്റുകൾ വിതരണം ചെയ്തു. പെട്ടിക്കട പോലെയുള്ള ജീവിതോപാധികൾ നൽകി കരുതലിന്റെ ശൃംഖല സൃഷ്ടിച്ചു. ഇതിലൂടെ പഞ്ചായത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ഒരു ക്ഷേമ പദ്ധതിയായി മാത്രം കാണാതെ മനുഷ്യകേന്ദ്രീകൃതമായ പരിചരണ പ്രവർത്തനമായി മാറ്റുകയും അതിദരിദ്രർക്കും ആശ്രയരഹിതർക്കും ജീവിതത്തിൽ സ്ഥിരതയും ആത്മാഭിമാനവും നൽകുന്ന മാതൃകയായി മാറുകയും ചെയ്തു. പഞ്ചായത്തിന്റെ വികസന രംഗങ്ങളിൽ കൃഷി,
മൃഗസംരക്ഷണം, സാങ്കേതിക വിഭാഗം, ഊർജ വിതരണം എന്നീ മേഖലകളിൽ സമഗ്രമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. കൃഷിഭവൻ മുഖേന നാളികേരം, നെല്ല്, വാഴ, പച്ചക്കറി തുടങ്ങിയ പ്രധാന വിളകളുടെ കൃഷി വികസനോദ്യമങ്ങൾ ഏർപ്പെടുത്തി. കർഷകർക്ക് കൂലി, ചട്ടി, തൈകൾ, ഫലവൃക്ഷ തൈകൾ എന്നിവ വിതരണം ചെയ്തു. വീടുതോറും പോഷകത്തോട്ടങ്ങൾ രൂപീകരിച്ച് സ്വയം പര്യാപ്തതയ്ക്കും ആരോഗ്യകരമായ ആഹാരശീലത്തിനും വഴിയൊരുക്കി. ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ വിതരണം ചെയ്ത് പുതുമുഖ കൃഷിമേഖലകളെ പ്രോത്സാഹിപ്പിച്ചു. മൃഗാശുപത്രി മുഖേന കറവ പശു, ആട്, മുട്ടക്കോഴി എന്നിവ വിതരണം ചെയ്ത് ഗ്രാമീണ സ്വയം തൊഴിൽ മേഖല ശക്തിപ്പെടുത്തി. തെരുവ് നായകളുടെ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കി. AE വിഭാഗം മുഖേന പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ റോഡുകളും നിർമ്മിച്ച് നവീകരിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി. അപകട ഭീഷണി നിലനിൽക്കുന്ന റോഡുകളിൽ കൈവരി നിർമ്മാണം നടത്തി. പഞ്ചായത്തിലെ കുളങ്ങൾ നവീകരിച്ച് ജലസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കി. കൂടാതെ പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണവും വയറിംഗ് നവീകരണവും നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ പുതുക്കി. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലുടനീളം തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും എല്ലാ വാർഡുകളിലും പരമാവധി ലൈറ്റുകളുടെ റിപ്പയറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകളുടെ റിപ്പയറിംഗ് വഴി പൊതുവിളക്കു സൗകര്യം പുനരുജ്ജീവിപ്പിച്ച് കൃഷി മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസന മാതൃകയാണ് പഞ്ചായത്ത് കാഴ്ചവെച്ചത്. പഞ്ചായത്തിലെ പ്രധാന അങ്ങാടികൾ ആഴ്ചയിൽ 3 ദിവസം ശുചീകരിക്കുന്ന ക്ലീൻ AR നഗർ പദ്ധതി പൊതുശുചിത്വത്തിന് പുതിയ ജീവൻ നൽകി. ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും ബയോബിൻ, ഓർഗാനിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ വിതരണം ചെയ്ത് മാലിന്യ നിയന്ത്രണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും വാട്ടർ ഫിൽട്ടറുകൾ സ്ഥാപിച്ച് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കി. കുടിവെള്ള സൗകര്യ വികസന പദ്ധതികൾ വഴി ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചു. ഓരോ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജൽജീവൻ മിഷന്റെ പ്രവർത്തനവും പുരോഗമിക്കുന്നു. കോവിഡ് പ്രളയ ദുരന്തകാലത്ത് ക്ലബ്ബുകളെയും സന്നദ്ധ സേനകളെയും ഉപയോഗപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. വിവിധ പദ്ധതികളും പദ്ധതിയേതര പ്രവർത്തനങ്ങളുമായി അധികൃതർ നിറഞ്ഞുനിന്നു. ആശാവർക്കർമാരുടെയും ഹരിതകർമ്മസേനയുടെയും പ്രവർത്തനങ്ങൾ ഏറെ മുതൽക്കൂട്ടായി. യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്താൻ നീന്തൽ, കരാട്ടെ, ഫുട്ബോൾ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാ ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റുകൾ നൽകി മികച്ച പ്രതിഭകളെ ആദരിച്ചു. ഇതിലൂടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും പഞ്ചായത്ത് അതുല്യമായ പുരോഗതി കൈവരിച്ചു. ജനകീയ പങ്കാളിത്തത്തിലൂടെ മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ മാതൃക സൃഷ്ടിച്ചു. ഓരോ പാതയിലും കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും പാദസ്പർശം പതിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ വിളക്കുകൾ തെളിഞ്ഞു. ആരോഗ്യത്തിൻ്റെ ഉറവകൾ ഉണർന്നു. കാർഷിക മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി. കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ, സ്ത്രീകളുടെ ആത്മവിശ്വാസം, കുട്ടികളുടെ ചിരി എല്ലാം ചേർന്നൊരുങ്ങുന്നു AR നഗറിന്റെ നവോത്ഥാന സംഗീതം. പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘദൃഷ്ടിയും ജനങ്ങളുടെ കരുത്തും കൂടിയായപ്പോൾ വികസനം ഒരു രേഖയല്ല, ഒരു അനുഭവമായി മാറി. ഓരോ പദ്ധതിയിലും കരുണയുടെ തണലും മനുഷ്യസ്നേഹത്തിൻ്റെ നനവുമുണ്ട്. ഓരോ നേട്ടത്തിലും ഈ നാടിൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സംവിധാനം ജനങ്ങളെ നിയന്ത്രിക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന കൃത്യമായ ബോധ്യത്തോടെ ജനജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിച്ചുകൊണ്ടായിരുന്നു ഈ യാത്ര. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മഹനീയ സംവിധാനം പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം എന്ന ദൃഢനിശ്ചയത്തോടൊപ്പമായിരുന്നു 5 വർഷത്തെ ഈ സഞ്ചാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിസാങ്കേതികത ഈ നാടിന്റെ യൗവനത്തെയും വിദ്യാർത്ഥിത്വത്തെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് അവയോട് പുറംതിരിഞ്ഞു നിന്നില്ല. അവയുടെ നന്മകളെ സ്വാംശീകരിച്ച് ജനങ്ങൾക്കു വേണ്ടി ചേർന്നു നിൽക്കാനായിരുന്നു നമ്മുടെ ശ്രമം. അതെ, ഇതൊരു യാത്രയാണ്. കൂടുതൽ അഭിവൃദ്ധിയും കരുതലും നിറഞ്ഞ നമ്മുടെ AR നഗറിന്റെ നാളെയിലേക്കുള്ള മനോഹരമായ യാത്ര.